ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ശുഭദിനം. ഞാൻ ലൈല ജോർജ്. ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളൊരു ചെറിയ ടൂർ പോയി, ഫാമിലി, എൻ്റെ പിള്ളേരും എൻ്റെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ചെറിയൊരു ടൂർ പോയിരുന്നു. മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഈ ടൗണിൽ പിന്നെ ഈ ചെറിയ പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്നവരല്ലേ, ചെറിയ ഫ്ലാറ്റിൽ, ചെറിയ സ്ഥലത്ത്, മിറ്റമില്ല, മരങ്ങളും ഇല്ല, ഒച്ചപ്പാടും വണ്ടിയും ബഹളവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർ. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് കൊച്ചു പിള്ളേരാണ്. അവർക്ക് വെള്ളത്തിൽ കളിക്കാം, കുളിക്കാം, കുറേ ഓടിക്കളിക്കാം. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ പോയി, പിറ്റേ ദിവസം അത് വൈകിട്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു. കാണാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. ജീപ്പിൽ ഡ്രൈവിനൊക്കെ പോയാൽ കാടിൻ്റെ അകത്തേക്ക് പോയിട്ട് ആനയും മൃഗങ്ങളെയൊക്കെ കാണാം. പക്ഷേ ഞങ്ങൾ കാണാൻ നിന്നില്ല. ഞങ്ങളുടെ കുഞ്ഞു നോഹ ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള തിരക്ക് ഞങ്ങൾ ഓടിപ്പോയി പിറ്റേ ദിവസം. ഇതൊക്കെയാണ് നമ്മൾ കണ്ട കാഴ്ച. ഇവിടെ കുറേ നേരം വെള്ളത്തിൽ കിടന്ന് കളിച്ചു, പിള്ളേർക്കൊക്കെ ഹാപ്പിയായി. ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. മലകളും മരങ്ങളും ഒക്കെ കാണാനുള്ള ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന പിള്ളേർക്ക് അതിഭയങ്കരമാണ്. ശുദ്ധമായ വെള്ളമല്ലേ, ആ വെള്ളത്തിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാനതൊക്കെ നിങ്ങളെ ഒന്നും കൂടി കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷം അതാണ്, നിങ്ങളെയും കൂടി കാണിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളിതുപോലെ തന്നെ വെക്കേഷനിലൊക്കെ പോകൂലേ ഫാമിലിയായിട്ട് എല്ലായിടത്തും. അപ്പോൾ ഞങ്ങൾ ഓണത്തിന് പോകണമെന്ന് വിചാരിച്ചതാണ്, പോയില്ല. ഓണം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. ഇതേപോലെയൊക്കെ നമുക്ക് എല്ലാവർക്കും പോകാനായിട്ട് വരട്ടെ. ഇനിയും സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രമാത്രം നമ്മൾ സന്തോഷമായിട്ട് കാണാൻ പറ്റുന്ന, കണ്ണിന് കാഴ്ച നല്ല കുളിർമയേകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ടല്ലേ. ഞങ്ങൾ മിക്കപ്പോഴും എല്ലായിടത്തും പോകാറുണ്ട് കേട്ടോ. മൂന്നാർ, ഊട്ടി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഞങ്ങൾ വെക്കേഷനിലൊക്കെ 1-2 ദിവസമൊക്കെ അടിച്ച് പൊളിച്ചിട്ട് വരാറുണ്ട്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും തിരക്കല്ലേ, അതുകൊണ്ട് അങ്ങനെ പോക്കൊക്കെ കുറവാണ്. എന്നാലും സമയം കിട്ടുമ്പോൾ ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല സ്ഥലങ്ങളാണ്, നമ്മുടെ അടുത്ത് തന്നെയല്ലേ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്താവുന്ന കാര്യമുള്ളൂ ഇവിടെ നിന്ന്, ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന്. പിന്നെ രാത്രിയായപ്പോഴേ ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചു. ഞങ്ങളൊരു റിസോർട്ട്, ഒരു ചെറിയൊരു വീടാണ് എടുത്തത്. 2 ബെഡ്റൂം, ഓപ്പൺ കിച്ചൺ, 2 ബാത്റൂം, വരാന്ത, മിറ്റമൊക്കെയുള്ള ഒരു വീട് പോലെ ഒരു റിസോർട്ട്, അതാണ് എടുത്തത് ഞങ്ങൾ. അതിൻ്റെ അകത്ത് ഞങ്ങൾ നല്ല ഭക്ഷണമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറേ കഴിച്ചു. ഞങ്ങൾ കൊണ്ടുത്തന്നു, അവിടെയുള്ള സ്റ്റാഫൊക്കെ കൊണ്ടുത്തന്നു. അങ്ങനെ നല്ല ഒരു സംഭവമായിരുന്നു. പിന്നെ നോഹ ബേബി രാവിലെ എണീറ്റിട്ട് പല്ല് ബ്രഷ് ചെയ്തത് ഈ വെള്ളത്തിലാണ്, ബാത്റൂമിലൊന്നുമല്ല. ഇവിടെ പോയി നമുക്ക് പല്ല് ബ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി. നല്ല ശുദ്ധമായ വെള്ളം അല്ലേ, പാറ പൊട്ടി വരുന്ന വെള്ളം അല്ലേ. പ്രകൃതിയുടെ ദൈവാനുഗ്രഹിച്ച് തന്ന എല്ലാ അനുഗ്രഹങ്ങളുമാണ് ഈ കാണുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം അല്ലേ. ഇതെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇതുപോലെ എപ്പോഴും ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് മലയാളികൾക്ക് അല്ലേ, ദൈവം തന്ന അനുഗ്രഹമാണ് ഇതൊക്കെ. എനിക്ക് ചെറിയൊരു കോൾഡൊക്കെ ഉണ്ടായിരുന്നു, അത് കൂടി എന്ന് പറയാം. അത് സാരമില്ല, അതൊക്കെ അങ്ങനെ കിടക്കും, അതൊന്നും ഞാൻ കാര്യം വെക്കുന്നില്ല. എന്നാലും ഞാൻ പിള്ളേർ വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോയി വന്നു. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനൊക്കെ, എന്നാലും സാരമില്ല, അതൊക്കെ മാറിക്കോളും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബായ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഓക്കേ.